My name is Maximus Decimus Meridius, Commander of the Armies of the North, General of the Felix Legions, loyal servant to the true Emperor Marcus, father to a murdered son, husband to a murdered wife, and I will have my vengeance in this life or the next. ഈ ഒരു ഡയലോഗ് മാക്സിമസ് എന്ന ഒരു പേരും കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ മാൻ, അത് വേറെ ലെവലാണ്. ഇപ്പോൾ ഉള്ളവരടുത്തൊക്കെ ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ഒരു 90s കിഡ്സിന് ആ ഒരു 2000 റിലീസായ ഗ്ലാഡിയേറ്റർ മൂവി ഡയലോഗും ആ ഒരു ക്യാരക്ടറും ആ ഒരു മൂവിയും തന്ന ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവലാണ്. ഒരു ക്ലാസിക് മൂവിയാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് റിഡ്ലി സ്കോട്ട് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇങ്ങനത്തെ സെക്കൻഡ് പാർട്ട്. കാരണം ഫസ്റ്റ് പാർട്ട് തന്നെ വേറെ ലെവലായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്ത് ആ ഒരു ഫസ്റ്റിന്റെ പേരും കൂടി ഇല്ലാതാക്കണമെന്നായിരുന്നു എൻ്റെ ഒരു തോന്നല്. കാരണം ഫസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രോപ്പർ എൻഡിങ് ആയിരുന്നു. ആ ഒരു സ്റ്റോറിക്കും അല്ലെങ്കിൽ മാക്സിമസ് എന്ന് പറയുന്ന ക്യാരക്ടറിനും എല്ലാവർക്കും ഒരു പ്രോപ്പർ എൻഡിങ് ആയിരുന്നു. പക്ഷെ ആ ഒരു മൂവിയിൽ ബാക്കി വെച്ച് പോയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇനി റോമിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ റോമിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ എംപറർ ആയിട്ടുള്ള മാർക്കസിന്റെ ഡ്രീം ട്രൂ ആവോ, അല്ലെങ്കിൽ ലൂസിയസ് എന്ന് പറഞ്ഞ പയ്യൻ എന്ത് സംഭവിക്കും. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സിനിമയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ ആൻസർ ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടാണ് ഈ സിനിമ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കണ്ട് അതിന്റെ ഒരു റീക്രിയേഷൻ ആണ്. ആൻഡ് ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മാക്സിമസ് എന്താണോ ഫേസ് ചെയ്തത് അതേ കാര്യങ്ങളാണ് ലൂസിയസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറോടെ ഫേസ് ചെയ്യുന്നത്. ആദ്യം പുള്ളിക്കാരൻ സ്ലേവ് ആവും, പിന്നെ ഗ്ലാഡിയേറ്ററായിട്ട് മാറും, പിന്നീട് റോമിലോട്ട് വരുന്നതും പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കണ്ട് അതേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റെ സ്റ്റോറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഓക്കെയാണ്. കാരണം നമുക്ക് അറിയാം എന്താണ് അടുത്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അടുത്ത് നടക്കുന്നത് പോലും. ആൻഡ് അതിൽ വന്നു പോകുന്ന പുതിയ ക്യാരക്ടേഴ്സ് ആയാലും പുതിയ ഇവന്റ്സ് ആയാലും അവർ തമ്മിലുള്ള പൊളിറ്റിക്സും അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരിക്കലും ഇത് ഗ്ലാഡിയേറ്റർ 1-നേക്കാളും കിടിലമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഗ്ലാഡിയേറ്റർ 1 എന്നും ആ ഒരു ടോപ്പ് ലെവലിൽ തന്നെ മനസ്സിലുണ്ട്. സോ അങ്ങനത്തെ ഒരു എപ്പിക് മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസിക് മൂവിയുടെ ഒരു സീക്വലായിട്ട് വരുന്ന മൂവി വേറെ ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ അഫക്ട് ചെയ്യാതെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള സീക്വൽസ് ഒക്കെ വരുന്നത് പോലെ ഫസ്റ്റ് പാർട്ടിനെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലൊന്നും ഇത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടില്ല. എന്താണ് അവിടെ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവിടെ പറയേണ്ടത് അത് നൈസായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ പൊളിറ്റിക്സും ആ ഒരു റൂളിംഗ് മാത്രമല്ല, അത് ആ ഒരു ആക്ഷൻ സീക്വൻസും വാറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൂവിയിലെ മെയിൻ ഹൈലൈറ്റിംഗ് പോയിന്റും അത് തന്നെയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫൈറ്റിംഗ് പിറ്റ് അല്ലെങ്കിൽ ആ ഒരു റോമിലുള്ള കൊളോസിയനിലുള്ള ഒരുപാട് ഫൈറ്റിംഗ് സീക്വൻസ് ഉണ്ട്. അതെല്ലാം കിട്ടലായിരുന്നു. ആ ഒരു സിനിമ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു വാർ സീക്വൻസ് ഉണ്ട്. അവിടെ തൊട്ട് ആ ഒരു എൻഡ് സീക്വൻസിലുള്ള ഒരു ഫൈറ്റ് പോലും ഇത്ര കിട്ടലായിട്ടാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഒരു മേക്കിംഗ് ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗും കളറിംഗും അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഈ ഒരു സിനിമ. ഞാൻ ഈ ഒരു മൂവി കാണുന്ന ഐമാക്സിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് എനിക്ക് അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും പ്രസന്റേഷനൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത്. ആൻഡ് സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് പാർട്ടിന്റെ സെയിം സ്റ്റോറി അതുപോലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ സ്റ്റോറി ലൈൻ ഒന്നും വലിയൊരു ഗൂസ് ബംസോ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഓക്കെ അടുത്ത് എന്ത് നടക്കും അങ്ങനെ എൻഗേജിങ് ഫീൽ അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് ഓൾറെഡി സ്റ്റോറി അറിയാം. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കണ്ട സെയിം തന്നെയാണ്. ആ ഒരു കാര്യം മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിലോട്ട് വരുമ്പോൾ വലിയ ഫീലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയും പ്രസന്റേഷനൊക്കെ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി നമുക്ക് തരുന്നത്. ആൻഡ് ഈ ഒരു സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എപ്പിക്കായിട്ടുള്ള സീക്വൻസ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിലുള്ളത് അതുപോലെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെൻസർ ബോർഡ് അത് നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ സിനിമയിൽ ഇങ്ങനത്തെ സീക്വൻസ് കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഫീൽ തന്നെ ഇല്ലാതാകും. അതും ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു എപ്പിക് സീനിന്റെ ഒരു റീക്രിയേഷൻ ആണ് ഫൈറ്റ് സീക്വൻസിലുള്ള. ആൻഡ് ഈ ഒരു എൻറ്റയർ മൂവിയിൽ മാക്സിമസ് എന്നുള്ള പേരും ആ ഒരു ക്യാരക്ടറിനെ ടീസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഫീൽ ആയിരുന്നു. ആൻഡ് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്. പോൾ ആയാലും ഡെൻസൽ വാഷിംഗ്ടൺ ആയാലും പെഡ്രോ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് എന്താണോ അവരത് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു മൂവി ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും പ്രസന്റേഷനൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.